നമ്മുടെ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിനുള്ള സവോള അതെല്ലാം വാഷ് ചെയ്യണം. വാഷ് ചെയ്തെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നോർമലി ബിരിയാണിക്ക് ബേസ്ഡ് ഓൺ അവർ റിക്വയർമെൻറ്റ് നമ്മൾ സവാള എടുക്കും. സവാള എടുത്തതിൽ ഹാഫ് പോർഷനാണ് തക്കാളി എടുക്കേണ്ടതാണ്. ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടാണ് പഠിച്ചത്. ലെറ്റ് മീ ട്രൈ ടുഡേ. 4 ബിഗ് പോർഷൻ ഓഫ് ഓണിയൻ, അതിൽ ഒരു ചെറിയ തക്കാളി 3 എടുത്തിട്ടുണ്ട്. ഹാഫ് ഫ്രം ദ ഓണിയൻ സൈസ്. ദെൻ required ginger, ഇഞ്ചി ആൻഡ് പൂണ്ടും. ദെൻ നമുക്ക് ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ദ റെസ്റ്റ് വി വിൽ സ്റ്റാർട്ട് ടു പ്രിപ്പയർ. ഇത് പേസ്റ്റ് ആക്കണം, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കണം. അതാകുമ്പോൾ ടേസ്റ്റ് കൂടുതലായിട്ട്. ഇതിൽ നമുക്ക് ഇന്നും വേണ്ടത് എന്തുവാ, മല്ലിയില വേണം. മല്ലിയില, പുതിനയില ഇതൊക്കെ റെഡി ചെയ്യാം. ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ വാഷ് ചെയ്തെടുക്കാം. ചിക്കൻ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ആവശ്യമെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതുപോലെ. സവോളയൊക്കെ കട്ടിങ് നടക്കുന്നു. കുറേ നേരം പോയി ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ കട്ട് ചെയ്ത് കഴിഞ്ഞില്ല. സവോള കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തക്കാളി നമുക്ക് നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്യണം. സ്ലൈസായിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെ റെഡി ചെയ്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആകുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടും മറ്റേതിനെക്കാട്ടിലും, അല്ലേ? ഡയറക്റ്റ് ഇടുന്നതിനെക്കാട്ടിലും. നമ്മൾ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബിരിയാണി ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആ ഓയിലേക്ക് നമ്മൾ കുറച്ച് 1 സ്പൂൺ കുറച്ച് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പട്ട, ഇതിലേക്ക് നമ്മൾ എണ്ണ ചൂടായിരുന്നു, അതിലേക്ക് പട്ട, അതിൻ്റെ പേരിന് ജാതിപത്രിയാ അല്ല വേറെ എന്തോ. പിന്നെ ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. പിന്നെ ഏലക്ക. ഇതിലേക്ക് നമ്മൾ ബിരിയാണി ഇല ഇട്ടിട്ടുണ്ട്. നമ്മൾ സവോള ആഡ് ചെയ്യാണ്. സവോള നല്ലതായിട്ട് വഴന്ന് വരണം. സവോള നല്ല ഗോൾഡൻ കളറിൽ വതങ്ങുന്നത് വേണ്ടി നമ്മൾ കുറച്ച് സോൾട്ട്, നമ്മളിവിടെ ക്രിസ്റ്റൽ, അതല്ല കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരുന്നു. നല്ല വതങ്ങുക. കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മതി. ഓൾറെഡി നമ്മൾ ഈ മസാലയൊക്കെ ഇടുമ്പോഴത്തേക്ക് മസാലയിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ ഇട്ടു. നമ്മൾ നല്ല ബ്രൗണിഷ് ആയിട്ട് വതങ്ങണം, ബട്ട് ഓവർ ഫ്രൈ ആകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ ചെയ്യുന്നത് ഫ്ലെയിം ഫുള്ളായിട്ട് വെക്കും. ഫ്ലെയിം ഫുള്ളായിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഫ്ലെയിം ഫുള്ളായിട്ട് വെക്കുന്നുള്ളൂ എപ്പോഴും. അപ്പോൾ ഇത് ഫ്രൈ ആകാതെ, ഓവർ ഫ്രൈ ആകാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഫ്രണ്ട്സ്, ആക്ച്വലി ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഇംഗ്ലീഷ് ആഡ് ചെയ്യും. ബിക്കോസ് ഞാൻ മലയാളത്തിൽ അത്ര ഒരു അക്സെൻറ്റ് ഇല്ല. അതുകൊണ്ട് മാനേജിങ് വിത്ത് സം ഇംഗ്ലീഷ് ഓൾസോ. ഗാർലിക് പേസ്റ്റ്. ഗാർലിക് പേസ്റ്റ് നമ്മൾ കൂടുതലാണ് ചേർക്കുന്നത്. ബിക്കോസ് അവർ ടേസ്റ്റ് ഒരു നല്ല ഒരു സ്പൈസി ടേസ്റ്റ്, അരോമാറ്റിക്സ് ടേസ്റ്റാണ്.
നോർമലി 3 സ്പൂൺ ഇട്ടാൽ മതി, ബട്ട് ഐ ലൈക്ക് മച്ച് സ്പൈസി ഫുഡ്. സോ ആ ഒരു ടേസ്റ്റ് നല്ല ഒരു അറോമാറ്റിക് ടേസ്റ്റ് ആയിരുന്നു. സോ ദാറ്റ്സ് വാട്ട് ഐ ആം ആഡിങ് 4 സ്പൂൺസ്. ബാലൻസ് കുറച്ചും കൂടി ഉണ്ട്. അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുക്കണം. നല്ലൊരു സ്മെല്ല് വരണം, നല്ലൊരു മണം വരുന്നു. ഇപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ എന്താ പറയുക, പാക്കറ്റ് മേടിച്ച് പേസ്റ്റിൻ്റെ പാക്കറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇത്ര ഒരു നല്ല സ്മെല്ല് വരില്ല. നമ്മൾ സെപ്പറേറ്റ് മേടിച്ച് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെക്കുന്നതാണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടും. സോ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ഓയിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി പിടിക്കുകയല്ല ബോട്ടമിൽ. നമ്മൾ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്, കൈ എടുക്കാതെ സ്മെല്ല് പോയി, ആ സ്മെല്ല് പോയിട്ടുണ്ട്. പച്ച സ്മെല്ലിന് പറഞ്ഞു പച്ച സ്മെല്ല് പോയിട്ടുണ്ട്. സോ നൗ വി ക്യാൻ ആഡ് ചില്ലി. സോ വി ടുക്ക് 3, 4, 5. So like slightly saute you need to do, then പച്ച സ്മെല്ല് പോകും. Okay, so next it was gone. So it's a right texture to add next ingredient. So next നമ്മൾ add ചെയ്യാൻ പോകുന്നു. Can you guess? Yes. Tomatoes. Tomatoes we already informed. 3 pieces we took. സോ ഒത്തിരി അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിലും മറ്റേ ടൊമാറ്റോ ഇടുമ്പോൾ അതിൻ്റെ ഓരോ ജ്യൂസ് വരുമ്പോൾ അതെല്ലാം ക്ലിയർ ആവും. സോ ദറ്റ് ജ്യൂസി ടെക്സ്ചർ വരും. അപ്പോൾ നമ്മൾ ഒത്തിരി ഇളക്കണം, ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വി ഹാവ് ടു അലോ ദം ടു മിക്സ് ചെയ്തിട്ട് അതെ മിക്സ് ചെയ്തിട്ട് കുറച്ച് അത് വേകാൻ വേണ്ടി ക്ലോസ് ചെയ്തിട്ടാണ്. അതെ, ക്ലോസ് ചെയ്താലും ഓക്കെ, ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഓക്കെ. സോറി, നമ്മൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു മല്ലിയില ആഡ് ചെയ്തല്ലേ, അത് എടുക്കാൻ പറ്റിയില്ല. അവിടെ മല്ലിയില ഫുള്ളും പറയണം. ആക്ച്വലി ഇടയ്ക്ക് ചെയ്ത് മോർണിംഗ് തൊട്ട് ഞാൻ പറഞ്ഞ ചാർജിലിടണം ഫോണ്. സോ മൈ വൈഫ് നോട്ട് ലിസൺ മൈ വേർഡ്സ്. അപ്പോൾ ചാർജിൽ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മല്ലിയില ആഡ് ചെയ്യും മുൻപ് ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. സോ ദെൻ വി ആഡ് ഇത് നമ്മൾ ഒരു 2 minutes ഇങ്ങനെ വിടുവാണെങ്കിൽ നല്ല രീതിയിൽ ചെറുതായിട്ട് ബോയിൽ ആകും. ഓക്കെ, സോ ഒരു 2 minutes വെച്ചപ്പോൾ കുറച്ച് ബോയിൽ ആയിട്ടുണ്ട്. ഓക്കെ, ആദ്യം കേർഡ് ആഡ് ചെയ്യാം, ദെൻ മസാലാസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ തൈര് ആഡ് ചെയ്ത്, തൈര് ആഡ് ചെയ്യുന്നതിന് എന്തിനാണ് തൈര് ആഡ് ചെയ്യുന്നത്? ബിക്കോസ് ചിക്കൻ കുറച്ച് സോഫ്റ്റായിട്ട് വേഗം, പിന്നെ കുറച്ച് വേഗം പെട്ടെന്ന് വേഗം കുക്കാവും. അതാണ് എൻ്റെ അറിവില്ല ഞാൻ പഠിച്ചത്. ഇഫ് യു ഗൈസ് ഹാവ് സം അതർ ജെന്യൂൻ റീസൺ പ്ലീസ് കമന്റിൽ അറിയിക്കുക. സോറി.
So then next I need masala. വേണ്ടല്ലേ? 2, 3. സ്പൈസി ആണെങ്കിൽ ചില്ലി ഇത് മുളക് പൊടി ഇട്ട്, എരിവുള്ള മുളക് പൊടി ഇട്ട്, പിന്നെ 1 സ്പൂൺ കാശ്മീരി അല്ലേ, നമ്മൾ ഗരം മസാല ഇതിനകത്ത് ആഡ് ചെയ്തു. അടുത്ത മല്ലിപ്പൊടി, പെപ്പർ 1/4 ടീസ്പൂൺ അല്ലേ. ചെറുതായിട്ട് കുറച്ച് ആഡ് ചെയ്താൽ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രം. ഈ സ്പൂണിൽ വരില്ല, വിച്ച് മെയ്ഡ് ബൈ മൈ വൈഫ്. നല്ല മിക്സ് ചെയ്യുക അതെല്ലാം, എല്ലാം ചിക്കനിലെല്ലാം മസാല പിടിച്ച് മസാലയെല്ലാം മിക്സായി വരുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ദെൻ ഒരു ടീസ്പൂണിൽ സോൾട്ട് ആഡ് ചെയ്യുക. ബിക്കോസ് ചിക്കൻ വേകുമ്പോൾ അതിന് വേണ്ട അളവ് നമുക്ക് ഉപ്പ് ചേർക്കാം. യെസ്, വീണ്ടും എല്ലാം നല്ല മിക്സ് ചെയ്യുക. നമുക്ക് എടുത്തത് സെയിം ടംബ്ലർ, സെയിം ഗ്ലാസ്സിൽ 1/2 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല, ഈ സെയിം ടംബ്ലറിൽ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതേ അളവ് 1 ഗ്ലാസ് വെള്ളം നമ്മളിപ്പോൾ അതിൻ്റെ ഒഴിച്ചു കൊടുക്കുന്നു. അരിയാണെങ്കിൽ 2 ഗ്ലാസസ് അരിയാണെങ്കിൽ 4 ഗ്ലാസസ് വെള്ളം ചേർക്കണം. സോ ഫസ്റ്റ് 2 ഗ്ലാസസ് മാത്രം ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് ആകാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ടല്ലേ. കാണുമ്പോൾ നല്ല നല്ല മണവും വരുന്നുണ്ട്, സീരിയസ്ലി. അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബിരിയാണി സൈഡായിട്ടുള്ളത് ചിക്കൻ ഫ്രൈ റെഡി ചെയ്യാം. ഓൾറെഡി മസാലയൊക്കെ വെട്ടി ഇത് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു, മസാല ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഇതിനകത്ത് ആടായിക്കട്ടെ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, അല്ലാതെ എരിവുള്ള മുളക് പൊടി, പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു മുട്ടയുടെ എഗ് വൈറ്റ് മാത്രം ഇട്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് സാൾട്ട്, പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്, ഇച്ചിരി ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു, അത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തിരിക്കാം. ഫ്രൈക്കുള്ള പാൻ ഓൾറെഡി അടുപ്പ് വെച്ചത് ഞങ്ങൾക്ക് നമ്മുടെ പാലപ്പം ചട്ടിയാണിത്, ചെറിയ ചട്ടിയാണ്. ഇതിൻ്റെ അകത്താണ് ഞാൻ ഫ്രൈക്ക് എടുക്കുന്നത്. അപ്പോൾ നല്ല പുഴുകൊണ്ട് ഓയിൽ കുറച്ച് മതി. ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ചൂടാക്കി വരട്ടെ. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ചിക്കൻ പീസ് അതിൻ്റെ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇടുക, ഇല്ലെങ്കിൽ മസാല ചിക്കനിൽ പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ മസാല എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പോകും. ഇവിടെ ഒരാൾ ബിരിയാണി ഉണ്ടാക്കും, പിന്നെ ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഒരാൾ ചെയ്യും. അങ്ങനെ ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ജോലിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് കൂടി ചെയ്യുക. നമ്മൾ ഇട്ട ചിക്കനെല്ലാം നമ്മളൊന്ന് മറച്ചിട്ടിട്ടുണ്ട്. കുറച്ച് ഇതിനകത്ത് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് അത് നമ്മൾ കുറച്ച് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഫുള്ളി ഹോട്ടലൊക്കെ കാണുന്നത് ഫുൾ എണ്ണയ്ക്കകത്ത് ചിക്കൻ മുങ്ങി കിടക്കുക അങ്ങനത്തെ രീതിയില്ല. കുറച്ച് ഓയിലായിട്ട് നമ്മൾ അതിൽ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് സെർവിൻ്റെ ഡിഷിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാറ്റിയിട്ട് ഇനി അടുത്ത
ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഓയിൽ നല്ല മേലെ ഇങ്ങനെ ഒരുമാതിരി കളറിൽ വരും കേട്ടോ, ഓയിലി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ സെറ്റായി അല്ലേ. പിന്നെ റൈസ് ഇട്ട് കൊടുക്കാം അതല്ലേ. നമ്മൾ ഫസ്റ്റ് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഇത് വേവിക്കാൻ വെച്ചിരുന്നത്. വീണ്ടും 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. സോ ടോട്ടൽ 4 ഗ്ലാസ്. പക്ഷേ ഇത്ര നേരം കൊതിച്ച് ബോയിലാകുമ്പോൾ കുറച്ച് വെള്ളം ഇത്രയും നേരം തിളച്ചത് കൊണ്ട് കുറച്ച് വെള്ളം ഇത് കുറച്ച് ഒരു 50 ml വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ജ്യൂസി ആവും. നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് വേണം. വെള്ളം ചേർത്തിട്ടുണ്ട്. സോ നമുക്ക് മെയിനായിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് മിൻറ്റ് ലീഫ്, പുതിനയില. യെസ്, അത് ആഡ് ചെയ്യാം. നല്ലതായിട്ട് ആഡ് ചെയ്യും. ചാൻസ് ഇല്ല, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. നല്ലതാണ്. ഇപ്പോൾ നമുക്ക് നല്ല ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. ടെക്സ്ചർ ഇപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വെള്ളം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലെമൺ ജ്യൂസ് വേണം. സോ ലെമൺ ജ്യൂസ് വേണ്ടി വെയിറ്റിംഗ് ആണ്. പൊട്ടാം. നമ്മളിതിനകത്ത് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ലെമൺ ആണ്. സോൾട്ട് റൈസിൻ്റെ അത്യാവശ്യം വേണ്ടി. നമ്മളിതിലേക്ക് ഇപ്പോൾ റൈസ് ആഡ് ചെയ്യുക അല്ലേ. ഒരു അരമണിക്കൂറെങ്കിലും കുതിർന്ന് കാണും. നമ്മൾ വാഷ് ചെയ്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വെച്ചായിരുന്നു. ആക്ച്വലി ഏത് റൈസാണ് നമ്മൾ എടുത്തത്? ഇപ്പോൾ നമ്മളെടുത്ത് ജീര സംബ റൈസ്, തമിഴ് ജീരക സംബ. അതാണ് ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് ബിരിയാണിക്ക് ടേസ്റ്റ് ഉള്ളത്. നല്ലതായിട്ട് മിക്സ് ചെയ്തു. അതിൻ്റെ മേളിലേക്ക് നമ്മൾ കുറച്ച് ഡെക്കറേഷന് മാത്രം മല്ലിയില. തവ വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വെയിറ്റും കൂടെ വെക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും. ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വാവ്, സ്പൈസി ബിരിയാണി അല്ലേ. സൈഡ് ഡിഷായിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ട്, സലാഡുണ്ട്, ഇച്ചിരി അച്ചാർ ഉണ്ട്. ഇങ്ങനെയുണ്ട്. ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കട്ടെ. ശരി, ബൈ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മുടെ സെയിം ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബിലും ഉണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ ബൈ.